റീസെന്റ് ആയിട്ട് വരുന്ന എല്ലാ ഇന്റർവ്യൂസിലും ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിലേക്കാണ് വരുന്നത്. എന്താണ് ആ ലുക്കിനെ? അല്ല, ഈ സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്ക്രീൻ സ്പേസ് കുറവാണ്. അപ്പോൾ ഒരു ഇന്റർവ്യൂ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു അമരൻ ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ബേസിൽ കണ്ണാടി വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടി. ഇത് പണ്ട് നമ്മളിപ്പോ ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് ധ്യാന കേന്ദ്രങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് 2 ദിവസത്തേക്ക് പ്രാർത്ഥനയ്ക്ക് പോകും. അപ്പൊ അവിടെ നിന്ന് പാസ്റ്റർ ഈ ചില മോനെ ദൈവം ഇത് പറഞ്ഞിട്ടുണ്ട്, ഇന്നയാൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പേര് പറയും. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പാസ്റ്റർ എൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ധ്യാനന്റെ പേര്, കാരണം ധ്യാന പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമാദേവി നമ്മൾ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പിന്നെ സാറ്റലൈറ്റ് റേറ്റ്, OTT റേറ്റ് എല്ലാം കൂടി ഇപ്പൊ എല്ലാരും മസ്താനി എന്ന് പറഞ്ഞു, മസ്തി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഇതിൽ എന്നെ ഫസ്റ്റ് സീൻ മസ്താനി എങ്കിൽ ഞാൻ പോണു. എന്നോട് പറഞ്ഞതറിയാമോ? എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു ഭയങ്കര ഡ്രസ്സിംഗ് ആണ്, കേട്ടസി പോകുമ്പോ ചട്ടി കൊണ്ടുവരുന്നു, ചോരി കൊണ്ടുപോകുന്നു, അങ്ങനെയല്ല പറഞ്ഞ. അറിഞ്ഞില്ല, ഞാൻ മനോരമ പത്രത്തിൽ കൊടുത്തതാണ്. അതെ, ഈ മനുഷ്യനോട് ഒരു സീക്രട്ടും പറയാൻ പാടില്ല. പേരിൽ സിനിമയുടെ പേരിൽ മാത്രം സീക്രട്ട് ഉള്ളതല്ല, അവിടെ ഒരു സീക്രട്ടും. അയ്യോ, ജട്ടിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്റെ സാറ്റലൈറ്റ് റേറ്റ് കൂടി. എനിക്ക് മിക്കവാറും ആമസോൺ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വരും എൻ്റെ അടുത്ത്. ആക്ടറാവുന്നുള്ള ഇവോൾവ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു 2 സീനായിരിക്കും. അത് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരം. അത് ജനങ്ങൾക്ക് അത് തോന്നിയില്ലെങ്കിൽ വീണ്ടും ഞാൻ ആക്ടിങ് സ്റ്റുഡന്റ്. ഇത്രയും കാലമായിട്ട് തോന്നിയില്ല. പല സിനിമയും ചെയ്യുമ്പോ ഇപ്പോഴെങ്കിലും ആക്ടർ. പക്ഷെ സത്യം പറയാലോ, ഓപ്പോസിറ്റ് ഇരുന്നപ്പോ എനിക്ക് തോന്നി ഞങ്ങൾ 2 ആക്ടിങ് സ്റ്റുഡന്റ് ആണ്, കൊറേ പഠിക്കേണ്ടിയിരിക്കുന്നു. വീക്ക്ലി ഓരോ പടം ഇറങ്ങി, എന്നിട്ടും പഠിച്ചു തീർന്നില്ല.